ക്രിക്കറ്റ് ന്യൂസ് അറിയാൻ ആദ്യമേ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടെസ്റ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലാത്ത, സീനിയർ താരങ്ങൾ ആരുമില്ലാത്ത ആദ്യത്തെ പരമ്പരയാണ് ഇത്. കോഹ്ലി, രോഹിത് ശർമ്മ പോയി, പിന്നെ അശ്വിനും പോയി, പിന്നെ ആരുമില്ലാത്ത ജൂനിയർ താരങ്ങളെ വെച്ചുകൊണ്ട് ഇന്ത്യ ആദ്യമായി വിദേശത്ത് ഒരു പര്യടനം കളിക്കാൻ പോവുകയാണ്. പിന്നെ സീനിയർ താരങ്ങളെന്ന് പറയാൻ ജഡേജ മാത്രമേ ഉള്ളൂ ടീമിൽ. അപ്പോൾ ഗില്ലി ക്യാപ്റ്റൻ, ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ, സായി സുരേഷൻ അരങ്ങേറ്റം കുറിക്കും ഈ മത്സരത്തിൽ. പിന്നെ അഭിമന്യു ഈശ്വരൻ ഡെബ്യൂ മാച്ചാണ്. പിന്നെ എന്നെ ഞെട്ടിച്ച ഒരു കാര്യമുള്ളൂ, ഫെയർ ഇല്ലയെന്ന് പറഞ്ഞ ടീം സെലക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരു അത്ഭുതം ആയിട്ട് എനിക്ക് തോന്നിയത്. ഇന്ത്യൻ ടീമിൽ ഇത് എങ്ങോട്ടാണ് എന്നൊക്കെ തോന്നിപ്പോവാണ്. കോഹ്ലിയില്ല, രോഹിത് ശർമ്മയില്ല, സീനിയർ താരങ്ങൾ ആരുമില്ല. അപ്പം സാമാന്യ പരിചയസമ്പന്നനായ അയ്യർ ടീമിൽ കാണുമെന്നാണ് ഞാൻ സത്യമായിട്ട് വിചാരിച്ചത്. പക്ഷേ അയ്യറിന് ഒരു അംഗീകാരം കിട്ടുന്നില്ല, അത് സത്യം. കൊൽക്കട്ടയ്ക്ക് കിരീടം നേടിക്കൊടുത്തു, അതുപോലെ തന്നെ കൊൽക്കട്ട അയ്യറിനെ വിട്ടു. ഇത് എങ്ങോട്ടാണ് ഇവരൊക്കെ പോണത്? കഴിവും എത്ര തെളിച്ചാലും ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടില്ല എന്നാണ് BCCI വീണ്ടും തെളിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ അയ്യറിൻ്റെ ഫോമിൻ്റെ പീക്കിലാണ് ഇപ്പോൾ. എന്നിട്ട് വരെ ഇവരെ എടുത്തില്ല എന്ന് പറയുമ്പോൾ, അതുപോലെ കരുനായരനെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കും. അതൊന്നും സംഭവിച്ചില്ല. ഈ കണ്ടറിയാം ഇംഗ്ലണ്ടിൽ പോയിട്ട് എന്ത് തേങ്ങയ്ക്കാണ് ഇന്ത്യൻ ടീം പോകണമെന്ന്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസ് അറിയാൻ. ഇന്ത്യയുടെ കാര്യം പോയി, അത് തന്നെ.